ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ, ഫിലിം സ്കൂൾ തുടങ്ങിയവയിൽ വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഉറപ്പായ പ്ലേസ്മെന്റ് ഉള്ള ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളുമായി ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട്, കുക്കറി, ബേക്കറി, ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി 100% പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടി ഡിഗ്രി, ഡിപ്ലോമ, ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം. ഉയർന്ന ശമ്പളത്തിൽ പറക്കാം. നിങ്ങളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ ഫിലിം ഡയറക്ഷൻ, ഫിലിം എഡിറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് സ്ക്രീൻ ആക്ടിംഗ് തുടങ്ങിയ കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചാവറ ഫിലിം സ്കൂൾ. ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ വാർഡിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ വാർഡിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കായിക രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയവരെയും 2024-25 കാലയളവിൽ PSC മുഖേന സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ചവരെയും ഉന്നത ബിരുദം ലഭിച്ചവരെയും ആദരിച്ചു. കയ്യും കാലും ബന്ധിച്ച് ആലുവ പെരിയാർ പുഴയിൽ നീന്താൻ തയ്യാറെടുക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ആഗ്നൽ മേരി ഡാനിയെ സദസ്സിന് പ്രത്യേകം പരിചയപ്പെടുത്തി. കാലടി NSS കരയോഗം ഹാളിൽ നടന്ന ആദരവ് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് PC പോളച്ചൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. TP ജയന്തൻ നമ്പൂതിരി അധ്യക്ഷനായി. സംസ്കൃത സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ മരിയ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. ടൗൺ വാർഡ് മെമ്പർ PB സജീവ്, കാലടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ PG വേണുഗോപാൽ, തോമസ് പടയാട്ടി, ഡോക്ടർ സിജു JS, ജിസ്മി ദീപക്, പത്മ മിസ്, MN വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നല്ലൊരു സംരംഭമാണിത്. ഈ പുതിയ നമ്മുടെ ഈ ഒരു ചടങ്ങ് മാത്രമല്ല പല ചടങ്ങുകളും ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് കൊടുക്കുന്ന അനുമോദനം ഇതാണ് ഇന്ന് നമുക്കിവിടെ നടക്കുന്നത്. അതിന് ഇവിടെ വന്ന് നമുക്ക് ആദ്യമായിട്ട് നമുക്കിവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജസ്റ്റിസ് പോളച്ചൻ സാറ് തീരെ സമയമില്ലായിരുന്നു അദ്ദേഹത്തിന്. എങ്കിൽ പോലും ഇവിടെ വന്ന് ഒരു 2 മണിക്കൂർ ഇരുന്ന് വളരെ ലളിതമായ ഭാഷയിൽ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് എൻ്റെയും ജനകീയ കൂട്ടായ്മ സമിതിയുടെയും പേരിൽ നന്ദി അറിയിച്ചു. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം ചെയ്ത മരിയ ജോർജ്, നാളെ ഇവിടെ വന്ന് നാളെ സ്പോർട്സിനാണ് നാട്ടിൽ താല്പര്യമുള്ളത്. നാട്ടിലെ ജീവിതം തന്നെ സ്പോർട്സാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിൽ വളരെ താല്പര്യമുണ്ട്. മാഡം ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഇത്രയും സമയം കളഞ്ഞ് നമ്മളെ അനുമോദിക്കുകയും പങ്കെടുക്കുകയും പ്രത്യേകം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സമയമില്ലാഞ്ഞിട്ട് പോലും നമ്മുടെ പോലീസിൽ സമയമില്ലാഞ്ഞിട്ട് പോലും. ന്യൂസ് ബ്യൂറോ, കാലടി.